ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഷോർട്സൊക്കെ വല്ലപ്പോഴും ഇടലുണ്ടായിരുന്നു. ഞങ്ങളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞ ഈദ് ഹോളിഡേയ്സിന് സ്വീഡനിലേക്കാണ് പോയത്. എല്ലാവർക്കും അറിയാമല്ലോ, സ്വീഡൻ ഒരു ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ ആദ്യമായിട്ട് വേണ്ടത് ഒരു വാലിഡ് ഷെങ്കൻ വിസയാണ്. നമ്മൾ പോയത് ഖത്തറിൽ നിന്നാണ് കേട്ടോ. കോബാറിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം, കോബാറിൽ നിന്ന് ഒരു 3.5 മണിക്കൂറൊക്കെ ഉള്ളൂ ദോഹയിലേക്ക്. ഡ്രൈവ് ചെയ്ത് പോയി. അവിടുന്ന് ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു നമ്മളെ ഫ്ലൈറ്റ് കോപ്പൻഹേഗനിലേക്ക്. അപ്പോൾ ഖത്തറിൽ പോകണമെങ്കിൽ ഖത്തർ വിസ വേണം. ഹയ എടുത്തിട്ട് പിന്നെ ബോർഡറിൽ നിന്ന് ആണ് വിസ കിട്ടുക. വിസ ഒക്കെ പെട്ടെന്ന് കിട്ടി കേട്ടോ. കണ്ണ് സ്കാൻ ചെയ്യാനും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വിസയൊക്കെ കിട്ടി. നമ്മൾ കോപ്പൻഹേഗനിലെത്തി. നേരത്തെ തന്നെ നമ്മൾ റെൻ്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബസ് എടുത്തു. ഈ ഒരു ബസ് സർവീസ് ഫ്രീ ആണ് കേട്ടോ. റെൻ്റ് കാറിൻ്റെ എല്ലാ ഓഫീസും ഈ ഒരു ഏരിയയിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ വണ്ടി എടുത്തു. 6 എന്നാണ് കേട്ടോ നമ്മളെടുത്തത്. കുറച്ച് വലിയൊരു വാനാണ്, ഒരു 9 സീറ്റർ ആയിരുന്നു എടുത്തത്. അങ്ങനെ നമ്മൾ സ്വീഡനിലേക്ക് പോയി എന്ന് പറയുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നും. പക്ഷേ ഒരു 8-9 മിനിറ്റിൽ നമ്മൾ സ്വീഡൻ്റെ ഇൻ്റർനാഷണൽ ബോർഡറിലെത്തും. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതിന് ഒരേസുൻ ബ്രിഡ്ജ് എന്നാട്ടോ പറയുക. ഇതിലാണ് ബോർഡർ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഈസ്റ്റാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ സദേൺ സ്വീഡൻ മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ഈസ്റ്റാഡ്ക്ക് പോണ വഴി മൊത്തം നമുക്ക് മഞ്ഞപ്പാടും പച്ചപ്പാടും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വെട്ടിയൊതുക്കിയ പുല്ലും വെട്ടിയൊതുക്കാത്ത പുല്ലുള്ള വഴികളും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച എയർബിഎൻബി. നല്ലൊരു വീടായിരുന്നു. 3 ബെഡ്റൂമും അതിനേക്ക് വേണ്ട വാഷ്റൂംസും ഡൈനിങ് ഏരിയ, സിറ്റിംഗ് റൂം, കിച്ചൺ, അങ്ങനെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലൊരു നല്ലൊരു ഗാർഡനും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. കുറച്ച് സമയം നമ്മൾ റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ട് ടൗണിലേക്ക് പോയി. നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് പോരുന്ന ഒരു മിഡീവൽ ടൗൺ ആണ്. ഇതൊരു കോസ്റ്റൽ ടൗൺ ആണ് കേട്ടോ. മഞ്ഞപ്പാടങ്ങൾ റേപ്പ് സീഡിൻ്റെ പാടങ്ങളാണ് കേട്ടോ. കനോല ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ ഓയിലിൻ്റെ പാടങ്ങളാണ്. അതിൻ്റെ ഫ്ലവേഴ്സാണ് ആ മഞ്ഞായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ ഈ ടൗണിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളും ബിൽഡിങ്ങും ഒക്കെ വുഡും പിന്നെ ഇഷ്ടികയും വെച്ചിട്ട്, അപ്പോൾ ഏകദേശം ഒരേ കളറിലാണ് എല്ലാം ഉണ്ടാവുക കാണാൻ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. So right now we're in an old town, so I'll show it to you guys. Really good, right? നമ്മളിങ്ങനെ ആ ടൗണിലൂടെ ഒക്കെ നടന്നപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കളറ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇതാണ് ഈസ്റ്റാഡിലെ ഏറ്റവും പഴക്കം ചെന്ന ബിൽഡിങ്. 1200-കളിലാണ് ഇത് ഉണ്ടാക്കിയത്. സെൻറ്റ് മേരീസ് ചർച്ച് ഇപ്പോഴും മാസമൊക്കെ നടക്കുന്ന ഒരു ചർച്ചാണ്. സ്വീഡനിലെ മിക്ക സ്ട്രീറ്റിലും പാർക്കിംഗ് ഒന്നും ഫ്രീ അല്ല കേട്ടോ. നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണം. 2-3 ആപ്പ് ഉണ്ട്, അത് ത്രൂ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോയതൊരു മൊണാസ്ട്രിയിലേക്കാണ്, ഗ്രേ ഫ്രയാർസ്. ഇത് ഉണ്ടാക്കിയ സമയത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ പഠിച്ച് താമസിച്ച ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക് മ്യൂസിയമാണ്. മേരീസ് ചർച്ചിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇതും പഴയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ കൂപ്പിലും ലിഡിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ ഉണ്ടായത്. സമ്മറിൽ സ്വീഡനിലൊക്കെ ഡേ ടൈം കൂടുതലാണല്ലോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ നമ്മളെ നാട്ടിലെ ഇരുട്ടുള്ള ടൈമാണ്. 8 മണിക്കൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. നല്ല വെളിച്ചമുണ്ടായിരുന്നു. സൺസെറ്റ് ഒരു 10 മണിയൊക്കെ ആവും. സൺസെറ്റ് ശരിക്കും ഒന്ന് ഇരുട്ടാവണമെങ്കിൽ 10 മണി കഴിയും. പഴയ വുഡൻ വിൻമിൽസും അതേപോലെ ഇപ്പോൾ പുതിയ മെറ്റൽ വിൻമിൽസും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പഴയതൊക്കെ വെറുതെ കാണാൻ വെച്ചാൽ തോന്നുന്നുണ്ട്, പുതിയതൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.